സംവിധായകൻ എന്നതിലുപരിയായി ശാന്തിവിള ദിനേശ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത് അയാളുടെ ചില തുറന്നു പറച്ചിലുകളിലൂടെയൊക്കെയാണ്. സിനിമയിലെ താരങ്ങളെക്കുറിച്ചും സിനിമാ രംഗത്ത് നടക്കുന്ന ചില വിവാദങ്ങളെ പറ്റിയുമൊക്കെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന വീഡിയോയിൽ ശാന്തിവിള ദിനേശ് തുറന്നു പറയാറുണ്ട്. അത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഗാനരചയിതാവ് BR പ്രസാദിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി ശാന്തിവിള ദിനേശ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ പക്ഷേ ശാന്തിവിള ദിനേശിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ BR പ്രസാദിന്റെ ഭാര്യ വിധു പ്രസാദ്. മാനസികമായി അദ്ദേഹത്തെ വളരെയധികം പീഡിപ്പിച്ച ആളാണ് ശാന്തിവിള ദിനേശ് എന്നാണ് BR പ്രസാദിന്റെ ഭാര്യ വിധു പ്രസാദിന്റെ വെളിപ്പെടുത്തൽ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വിധു പ്രസാദ്. പ്രസാദ് ഏട്ടന്റെ സഞ്ചയനം കഴിഞ്ഞ സമയത്താണ് ശാന്തിവിള ദിനേശ് ചെയ്ത വീഡിയോയെ പറ്റി തങ്ങൾ അറിയുന്നതെന്നാണ് വിധു പ്രസാദ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് തങ്ങളെ വിളിച്ച് ഇക്കാര്യം പറയുന്നത്. BR പ്രസാദ് എന്താണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം. അദ്ദേഹത്തിനെ അടുത്തറിയുന്നവർക്കും BR പ്രസാദ് ആരാണെന്നറിയാം. അദ്ദേഹത്തിനുണ്ടായ ഒരേയൊരു മൈനസ് പോയിന്റ് മദ്യപിക്കും എന്നുള്ളത് മാത്രമായിരുന്നു. അതല്ലാതെ ആരെയും BR പ്രസാദ് ദ്രോഹിച്ചിട്ടില്ല എന്നാണ് ഭാര്യ വിധു പറയുന്നത്. ശാന്തിവിള ദിനേശിന്റെ ആരോപണത്തിന്റെ കാരണം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന നേട്ടമായിരിക്കുമെന്ന് ആരോപിക്കുകയാണ് വിധു. ശാന്തിവിള സംവിധാനം ചെയ്ത ബംഗ്ലാവ് ലൗദ എന്ന സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പോയപ്പോൾ തന്നെ ഇയാൾക്ക് വല്ലാത്തൊരു സ്വഭാവമാണെന്നും കാശൊന്നും ഇയാൾ തരുന്നില്ല എന്നും പ്രസാദ് ഏട്ടൻ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും വിധു പ്രസാദ് വെളിപ്പെടുത്തുന്നു. ആരോടും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം. 2 പാട്ടിനു വേണ്ടി 10,000 രൂപ വാങ്ങുക എന്നത് വലിയ കാര്യമാണോ എന്നും അത് വാങ്ങിയെന്നാണല്ലോ ശാന്തിവിള ദിനേശ് പറയുന്നത്. വണ്ടിക്കൂലി കഴിഞ്ഞാൽ പിന്നെ 10,000 രൂപയിൽ എന്താണുള്ളതെന്നും വിധു ചോദിക്കുന്നു. പാട്ട് എഴുതുന്ന വ്യക്തികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന തുകയുടെ 4/1 പോലും BR പ്രസാദിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തെ മാനസികമായി വളരെയധികം ശാന്തിവിള ദിനേശ് പീഡിപ്പിച്ചിട്ടുണ്ടെന്നും വിധു പ്രസാദ് പറയുന്നു. പലപ്പോഴും വീട്ടിൽ കൂലിപ്പണിക്ക് വന്ന ആളോട് പെരുമാറുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിനോട് ശാന്തിവിള പെരുമാറിയത്. അത്രയധികം മാനസിക ബുദ്ധിമുട്ട് ശാന്തിവിള ദിനേശ് BR പ്രസാദിന് നൽകിയെന്നാണ് വിധു പ്രസാദ് തുറന്നു പറയുന്നത്. മാത്രമല്ല പാട്ടിനു വേണ്ടി കഷ്ടപ്പെട്ട് എഴുതണം, അതല്ലാതെ പാട്ട് വേണമെന്ന് പറഞ്ഞാൽ ഉടൻ പാട്ട് ഛർദ്ദിച്ചു വെക്കുവാൻ കഴിയുമോ എന്നും വിധു പ്രസാദ് ചോദിക്കുന്നു. മാത്രമല്ല തുടരെ മാനസികമായി അദ്ദേഹം പീഡിപ്പിച്ചതുകൊണ്ടാണ് പ്രസാദേട്ടൻ ചെയ്ത ജോലിക്ക് കാശ് ചോദിച്ചതെന്നും വിധു പ്രസാദ് വ്യക്തമാക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചൊരു വീഡിയോയിൽ ശാന്തിവിള ദിനേശ് BR പ്രസാദിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്ത അനുഭവങ്ങളും മറ്റുമൊക്കെയാണ് ശാന്തിവിള ദിനേശ് ഈ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞത്. എന്നാൽ പക്ഷേ അതൊക്കെ ശരിയായ കാര്യങ്ങളല്ല എന്നാണ് ഇപ്പോൾ BR പ്രസാദിന്റെ ഭാര്യ വ്യക്തമാക്കുന്നത്. അതേസമയം 2023 ജനുവരിയിലായിരുന്നു ഗാനരചയിതാവ് BR പ്രസാദ് അന്തരിക്കുന്നത്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ BR പ്രസാദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ മങ്കൊമ്പ് ഗ്രാമത്തിൽ മേളവാദ്യ കലാകാരനായിരുന്ന ബാലകൃഷ്ണ പണിക്കരുടെയും കല്യാണിക്കുട്ടി അമ്മയുടെയും മകനായി 1961 മാർച്ച് 18-നാണ് BR പ്രസാദ് ജനിക്കുന്നത്. പുളിങ്കുന്ന് സെന്റ് ജോസഫ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആലപ്പുഴ SD കോളേജിൽ നിന്നും BA മലയാളത്തിൽ ബിരുദം നേടുന്നു. മങ്കൊമ്പ് മായാസദനത്തിലെ B രാജേന്ദ്ര പ്രസാദ് ചെറുപ്പത്തിലെ തന്നെ കഥ എഴുതി തുടങ്ങിയപ്പോഴാണ് BR പ്രസാദ് എന്ന് പേര് മാറ്റുന്നത്. അതേ പേരിൽ മറ്റൊരു എഴുത്തുകാരനുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് BR എന്നത് മാറ്റി BR പ്രസാദ് എന്ന് പരിഷ്കരിക്കുന്നത്. ചെറുപ്പത്തിലെ സംഗീതവും താളവാദ്യവുമായിരുന്നു BR പ്രസാദിന് ഇഷ്ടം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചു. പിന്നീട് പ്രസാദ് തിരക്കഥ എഴുതിയ ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന നാടകത്തിന് തിരുവനന്തപുരത്തെ നാടക മത്സരത്തിൽ മികച്ച രചനയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചു. പ്രശസ്ത സംവിധായകൻ ഭരതനുമായി സൗഹൃദത്തിലായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചമയം എന്ന ചിത്രത്തിൽ സഹസംവിധായകനായും അരങ്ങേറി. ആ സിനിമയുടെ തിരക്കഥ എഴുതിയ ജോൺ പോളിന്റെ സഹായിയായും അക്കാലത്ത് പ്രവർത്തിച്ചു. 60ഓളം സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുള്ള ആൾ കൂടിയാണ് BR പ്രസാദ്. അതിൽ പലതും വലിയ ഹിറ്റുകളായിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴത്തിന് പാട്ടൊരുക്കിയാണ് BR പ്രസാദ് മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 2003 പ്രിയദർശൻ സംവിധാനം ചെയ്ത കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയുടെ ഗാനങ്ങൾ രചിച്ചാണ് തുടക്കം. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി പിന്നീട് അവസരങ്ങൾ നിരവധി തേടിയെത്തി. മലയാള ചലച്ചിത്ര ഗാനരചയിതാവ്, കവി, തിരക്കഥാകൃത്ത്, സഹസംവിധായകൻ, ടെലിവിഷൻ അവതാരകൻ, നടൻ എന്നീ നിലകളിൽ പ്രശസ്തനായ കലാകാരൻ കൂടിയായിരുന്നു BR പ്രസാദ്. ഒന്നാം കിളി പൊന്നാൻ കിളി, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴി, വിളക്ക് കൊളുത്തി വരും കസവിന്റെ തട്ടമിട്ട്, ഒന്നാനാം കുന്നിന്മേലെ പൊന്നോട് പൂവായി, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം എന്നിവയൊക്കെയാണ് ഇദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ചലച്ചിത്ര ഗാനങ്ങളിൽ ചിലത്. 2004 സിബി മലയിൽ സംവിധാനം ചെയ്ത ജലോത്സവം എന്ന സിനിമയിലെ കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം എന്ന ഗാനം മലയാളികൾ ഹൃദയത്തിലാണ് ഏറ്റുവാങ്ങിയത്. കേരളീയത നിറഞ്ഞ 10 പാട്ടുകൾ ആകാശവാണി തിരഞ്ഞെടുത്തപ്പോൾ 2ാം സ്ഥാനത്ത് കേരനിരകളും സ്ഥാനം പിടിച്ചു. ചലച്ചിത്രങ്ങൾക്കും ആൽബങ്ങൾക്കുമായി 200ഓളം ഗാനങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ചാനലിലെ സുപ്രഭാതം എന്ന പരിപാടിയുടെ അവതാരകനായി 15 വർഷത്തോളമാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. തിരക്കഥ എഴുതിയ ജോണി എന്ന സിനിമ 1993 മികച്ച കുട്ടികളുടെ സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയിരുന്നു.
2001 റിലീസായ തീർത്ഥാടനം എന്ന സിനിമയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.